ഹായ്, ബാലയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു കുടുംബത്തിലെ 3 പേര് മത്സരിക്കുകയാണ് പരസ്പരം ഞാൻ ശരി നീ ശരി എന്ന് പറയാനായിട്ട്. കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് കണ്ടന്റ്, കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് നല്ല തമാശ, അത് മാത്രമാണ് ഇവിടെ ആകെയുള്ളൊരു പ്രയോജനം. എല്ലാവർക്കും ഇത് കണ്ടു ചിരിക്കാനൊരു കാര്യം എന്നതിനപ്പുറം ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭമുണ്ടോ? ആരാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കുടുംബത്തിനെ കൊണ്ടെത്തിച്ചത്? കുടുംബന്റെ നാഥനായി നിന്ന് ആ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തി തന്നെയാണ് ഇതിന്റെ കാരണം എന്നുള്ളതാണ് വസ്തുത. ആ മകൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് കാരണം തന്നെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഈ അവകാശിയായ അച്ഛനാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ പൊടി കുട്ടിയെ ഈ രീതിയിൽ അവഹേളിക്കാനായിട്ട് നിർത്തി കൊടുത്തിരിക്കുന്നത് ഈ തന്ത തന്നെയാണ്. അതിൻ്റെ ചാനലിൽ അതിട്ടിരിക്കുന്ന വീഡിയോ, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ വന്ന തെറി വേണം കാണാൻ. അതൊരു പൊടി കുട്ടിയല്ലേ? ആ കുഞ്ഞ് പറഞ്ഞ് പറയിപ്പിച്ചെന്ന് പറയാൻ നിനക്കൊന്നും നാണമില്ലേ? 12 വയസ്സുകാരിയെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കണോ? 12 വയസ്സുകാരിക്ക് ബോധമില്ല നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞേ? എന്തോരം വൃത്തികേടാണ് ആ കുട്ടിക്കെതിരെ പറയണത്. ഞാൻ ഈ വിഷയം ആദ്യം എടുത്തപ്പോൾ തന്നെ, ഇയാൾ ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഞാൻ ചാനലുകാരോട് ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിലാണ് ഇതുപോലൊരു മോശം നടക്കുന്നതെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുമോ? അത് എടുത്തു വെച്ച് നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്തിടുമോ? ഇത് തെളിവ് ഉൾപ്പെടെ ആ കുട്ടി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനെ ആക്രമിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുമോ എന്നാണ് ചോദ്യം. 2 പേരും ഒരേപോലെ ഫീൽഡിലുള്ളവരാണ്. അവളും ഒരു ആക്ട്രസ്സാണ്, അവളൊരു സിംഗറാണ്, അവൾക്ക് സിനിമയിൽ ചാൻസ് വരുന്നുണ്ട്. അതേപോലെ ഒരു ആക്ടറാണ് ഇയാളും. മറ്റൊരു ദേശത്തു നിന്ന് നമ്മുടെ ദേശത്തുനിന്ന് താമസിക്കുകയാണ്. കേരളീയർ അങ്ങനെയാണ്, എല്ലാവരെയും സ്വീകരിക്കും. ഇവിടെ ഒരുപാട് വിദേശീയർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ സ്വീകരിച്ച് നിർത്തും. അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കരുത്. അവള് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ്. ആ കുട്ടിയെ അവൻ ഇതുപോലെ മോശം പറഞ്ഞ് വൃത്തികേട് പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ പറഞ്ഞ കാര്യമില്ല. എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും നിങ്ങൾ കൊടുക്കുന്നത്? ഇതേ തമിഴ്നാട്ടിൽ നമ്മളിൽ ഒരാൾ പോയി ചെയ്താൽ അവർക്ക് ഈ സിമ്പതിയൊന്നും കിട്ടില്ല. അവർക്കപ്പോൾ അവരുടെ നാട്ടിലുള്ള പെണ്ണിനാണ് വാല്യൂ കൊടുക്കുക. പക്ഷെ കേരളീയർ അങ്ങനെയല്ല. കേരളീയർക്ക് അന്യദേശത്തുള്ളവൻ പറയുന്നതാണ് കറക്റ്റ്. അമൃതയാണിത് പറഞ്ഞതെങ്കിലും വേണ്ടാന്ന് വെക്കാൻ, പോട്ടെ എന്ന് നോക്കിയാൽ 2 പേരും തമ്മിൽ തല്ലുന്നെന്ന് വെച്ചാൽ ഒരു മകൾ, ഒരു കുഞ്ഞാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നമുക്കിവിടെ നിയമങ്ങളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിന് പരാതി കൊടുക്കേണ്ട ഡീറ്റെയിൽ ആണ് ഞാൻ ഇവിടെ വന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നീ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് അടിക്കുക. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് വരും. ഓക്കെ, അവിടുത്തെ ടെലിഫോൺ നമ്പേഴ്സ് ഉണ്ട്, ചൈൽഡ് ഹെൽപ്പിൻ്റെ ഒരുപാടുണ്ട്. തിരുവനന്തപുരം ഇതിൻ്റെ ആസ്ഥാനം, കോട്ടയം, KLM, PTA പാലക്കാട്, ആലപ്പി, ഈ 4 സ്ഥലങ്ങളിലും ഇതിൻ്റെ ഇത് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുകയാണ്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ 10 മിനിറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. 1098 ആ നമ്പറിൽ വിളിച്ചാലും ഈ വിഷയം അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. ഞാൻ ഓൾറെഡി ശ്രദ്ധയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ അങ്ങനെയാണ് ഇടപെടലുകൾ നടത്തേണ്ടത്. അതേപോലെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അതിലേക്ക് വിടുക. ഈ 2 സ്ഥലങ്ങളിലേക്കും തീർച്ചയായിട്ടും പരാതി കൊടുക്കുക. ഹ്യൂമൻ റൈറ്റ്സിനും ഇതിൽ ആരുടെയും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്കും ചെയ്യാം. മൊബൈൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി മാത്രമല്ല, ആക്ഷൻ എടുക്കുക. ഈ വിഷയത്തിൽ ആ കുട്ടിയുടെ വീഡിയോ ലിങ്ക് എടുക്കുക. ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് അവർക്കൊരു പരാതിയായിട്ട്, പ്ലീസ് നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം എഴുതിയാൽ മതി. ബാക്കി അവർ നോക്കിക്കോളും. 10 പരാതി ഒന്നിച്ചു പോയാൽ സഡൻ ആക്ഷൻ ഉണ്ടാവും. ആ മകൾ പറഞ്ഞത് തീവ്രമായ പീഡനത്തിനെ പറ്റിയാണ്. ഇനി അവൾ കള്ളമാണ് പറഞ്ഞതെങ്കിലും അതും പ്രൂഫാകും. അമ്മ പറയിപ്പിച്ചതാണെങ്കിലും തെളിയിക്കപ്പെടും. അതാണ് ചെയ്യേണ്ടത്. തോന്നിവാസം എഴുതി നിറക്കിയല്ല വേണ്ടത്. വെരി ഈസി ആയിട്ട് ചെയ്യാവുന്ന, ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലുള്ള കുറേ ആണുങ്ങളുണ്ട്. അവന്മാർക്ക് വിവാഹം കഴിക്കുക, കുട്ടി ഉണ്ടാക്കി കൊടുക്കുക, അടിമയായി നിന്നില്ല അച്ചാൽ പിന്നെ അടിക്കുക, ഉതയ്ക്കുക, തോന്നി കണക്കെല്ലാം ചെയ്ത് അതിനുശേഷം അങ്ങോട്ട് ഇറക്കി വിടും. പിന്നെ അവൾ ജീവിക്കരുത്. അതിനെ 4 ദിക്കിൽ നിന്ന് പൂട്ടാൻ ശ്രമിക്കും. ഈ അവകാശവാദമുള്ള തന്ത ചെയ്ത ചെയ്ത്തിൽ ആ കുട്ടിക്ക് ബാധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു എക്സ്പ്ലനേഷൻ തരാം, കേൾക്കുക. അനുഭവസ്ഥമാർക്കേ ഇത് പറയാൻ പറ്റുള്ളൂ. എന്നെപ്പോലെ, അമൃതയെപ്പോലെ അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ടാകും. അവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി നശിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി വേണ്ടാതീനം പറയും.
അമൃതയ്ക്കും അതേ അവസ്ഥയിൽ കൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അവൾ ജോലിക്ക് പോയിരുന്നത് അതായിരിക്കും അവൾക്ക് കിട്ടിയ ചാൻസ് അവൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമൃതയുടെ ഒരു കമന്റ് എൻ്റെ ടൈം ലൈനിലുണ്ട്. ഞാനിട്ട വീഡിയോയുടെ താഴെ അമൃതയുടെ സഹോദരി അഭിരാമി വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. എത്ര വേദനയോടുകൂടി ആ കുട്ടി അവതരിപ്പിച്ച ആ കമന്റ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ മകൾ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായി ഒരു ട്രൂപ്പ് തുടങ്ങിയത്. അത് ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാതെ എങ്ങനെ എവിടെയെല്ലാം ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടുന്നോ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞ് വിലക്കുകയാണ് ഈ തന്ത ചെയ്യുന്നത്. കുറെ കമന്റ്സ് ഉണ്ട്. ഒന്നും പറയാനില്ല. ഇത്രയും മ്ലേച്ഛനായ ഒരാളെ എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കുമെന്ന് അറിയത്തില്ല. ഇത്രയും ബോധമില്ലാത്ത ഒരുത്തൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുമെന്ന് അറിയില്ല. സ്ത്രീധനം കൊടുത്തില്ലെന്നോ? പാവം എൻ്റെ അച്ഛനും ചേച്ചിയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിയർലി 150 പവൻ കൊടുത്തിരുന്നു. എന്നിട്ട് അതുമാത്രം എങ്കിലും തിരിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ആകെ ഇയാളോട് ബെഗ് ചെയ്തത്. അവസാനം ഒരു കോടിയും എൻ്റെ കുടുംബം ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഐ ചലഞ്ച് ഹി പ്രൂവ്സ് ഇറ്റ്. ആ കുട്ടി പറഞ്ഞതാണ് കാര്യം. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ തെളിയിക്കട എന്നാണ് ആ കൊച്ചു പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ പലരും വന്നിട്ട് കല്യാണക്കാര്യം, ചേച്ചിയുടെ കല്യാണക്കാര്യം പറയും. പിന്നെ ആ കൊച്ചു അങ്ങനെ നിരന്തരം അങ്ങനെ ഇരിക്കണോ? അയാളുമായി ഏറ്റുമുട്ടാനുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ല നമുക്ക്. അതാണ് മെയിൻ ഇഷ്യൂ, മെയിൻ പ്രോബ്ലം. ഞാൻ അഭിനയിക്കുമ്പോൾ ഇയാൾ വിളിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചതും ചേച്ചിയെ ഇത് ഏത് പടത്തിൽ പാടാൻ വിളിച്ചാലും പണി കൊടുക്കുന്നതൊക്കെ ഇയാൾ കാരണമാണ്. അതല്ലാതെ കഴിവില്ലാത്തല്ല. സ്വന്തമായി അച്ഛനും ഞാനും ഒക്കെ കൂടെ ബാൻഡ് തുടങ്ങി 200ഓളം സ്റ്റേജ് ചെയ്തത് ഇയാൾ കാരണമാണ്. വേറെ നിവർത്തിയില്ല. വേറൊരു ബാൻഡിലും ഇവരെ വിളിപ്പിക്കത്തില്ല. അവൻ വിളിച്ച് വിലക്കും. ഇവന്റെ പണവും ഇവന്റെ ഇതും കാണുമ്പോൾ പേടി വരും. ഇവനൊരു ഗുണ്ടയല്ലേ? ചെകുത്താന്റെ വീട്ടിൽ കയറിയത് കണ്ടില്ലായിരുന്നു നിങ്ങൾ? ഈ ഗുണ്ടയെ പേടിച്ചിട്ടാണ് ആ കുട്ടികളുള്ളത്. ഒരുപാട് പേര് എൻ്റെ താഴെ കമന്റ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര്. സ്റ്റേ സ്ട്രോങ് എന്നേ എനിക്ക് പറയാനുള്ളൂ അബിയോട്. സമാധാനപരമായി ശക്തമായി എതിർക്കുക. ആ മകളും തുടങ്ങി ഒരു സ്ഥാപനം. ഞാൻ അവിടെ പോയിരുന്നു. വീഡിയോ എടുക്കാൻ നേരത്ത് ഞങ്ങളാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറയല്ലേ ചേച്ചി, ചിലപ്പോൾ അയാൾ അതിനകത്ത് തട വയ്ക്കും എന്നാണ് ആ കുട്ടി പറഞ്ഞത്. എന്തൊരു ഭയമാണെന്നറിയാമോ ഇയാളെ? ഭയക്കണ്ടേ? തോക്കും കൊണ്ടല്ലേ ചെകുത്താനത്ത് കൊല്ലാനായിട്ട് അവൻ ചെന്നത്. അവനെതിരെ ഒരു കേസ് എടുത്തോ? ഇതേ ഒരു കാര്യം ഞാൻ ധൈര്യസമേതം ഞാൻ നിങ്ങൾ മലയാളികളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയി ഒരു പെണ്ണെടുത്ത് ചെയ്യാൻ പറ്റുമോ? അവറ്റകൾ വിടുവോ? നമ്മുടെ കുട്ടിയെ അവരിന് എന്ത് വേണോലും പറയാം. നമ്മുടെ കുട്ടിയെ അവന് നിത്യം ദ്രോഹിക്കാം. ആ കുഞ്ഞ് തന്നെ പുറത്തേക്ക് വന്ന് പറയുന്നു ഇയാളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാന്ന്. അച്ഛൻ വിടുന്നില്ലേ നിന്നെ എന്ന്, അമ്മ നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്നോ ഇല്ലയോ എന്ന് ആ കുട്ടിയോട് സ്കൂളിലുള്ള കുട്ടികൾ ചോദിക്കില്ലേ? ഒരു അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാകും. 12 വയസ്സുള്ള കുട്ടിയെടുത്ത് എന്ത് പറഞ്ഞു പറയിപ്പിക്കാനാണോ? എന്തൊരു വൃത്തികെട്ട ജന്തുവാണെന്ന് ആലോചിച്ച് നോക്കിക്കാണ്. അവകാശവാദിയാണ്. ആ കുട്ടിയുടെ അമ്മയോ സഹോദരയോ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്? ആ കുട്ടിക്കല്ലേ. ആ കുട്ടിയുടെ ആഹാരം മുടക്കണമെന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി അവൾ അമ്മയുടെ ജോലി നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഇയാള് അവകാശത്തോടു കൂടി ചെയ്യുന്ന ഒരു ചെയ്ത്താണോ അത്? മകളെ പിടിച്ചു കൊണ്ടുപോയി മുറിക്കാത്തിട്ട് പൂട്ടിയെന്ന്. 3 വയസ്സിൽ എന്തൊരു ഓർമ്മയാണെന്ന്. എന്താ 3 വയസ്സിൽ ഓർമ്മ ചത്തുപോകൂ? തല്ലാനും കൊല്ലാനും വന്ന കാര്യം ചെകുത്താന്റെ ചാനലിൽ ഒരു പെൺകുട്ടി കൂടെ ഇരുന്ന് പറയുന്നുണ്ട്. അടിക്കാൻ വരുന്നതും പിടിക്കാൻ വരുന്നതും കുട്ടി സന്തോഷത്തോടു കൂടി പോകണ്ടേ? പിന്നെ കൊച്ചു പോയി ഡോറാബുജി ജോള് ചോദിച്ചെന്ന് ഞാൻ കണ്ടതാണ്. ആ വീട്ടിലുള്ള സൗഭാഗ്യം ആ കുട്ടിക്ക് ആ അമ്മ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിലാണോ ഇനി ഇയാൾ കൊണ്ട് കൊടുക്കാനിരിക്കുന്നേ? അവക്ക് വേണ്ടെന്നല്ലേ അവള് പറഞ്ഞത്. പിന്നെ അതിന്റെ പുറത്ത് കിടന്ന് കരഞ്ഞു മോങ്ങി അഭിനയിക്കേണ്ട കാര്യം എന്തുവാ? ഇയാൾ നല്ല നടനാണെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. കൂടുതൽ അഭിനയിക്കുക. കുറെ സിനിമാ നടന്മാരുടെ സപ്പോർട്ടും അവന്മാരുടെ വക്കാലത്തും ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന വേചന നടത്തുന്ന ഈ അക്രമം നിർത്തലാക്കാൻ പൊതുസമൂഹമാണ് ഇളകേണ്ടത്. ഹ്യൂമൻ റൈറ്റ്സിനും ചൈൽഡ് ലൈനിലേക്കും എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ കൊടുക്കുക. ഐ ഓൾറെഡി ഡിഡ് ഇറ്റ്. നിങ്ങളും ചെയ്യുക. ഇനി ഇയാളുടെ കരഞ്ഞുകൊണ്ടുള്ള പുതിയൊരു റിപ്ലൈ വന്നിട്ടുണ്ട്.
അത് കാണുമ്പോൾ സങ്കടം തോന്നുന്നവരോടാണ്. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. മൈ ഫാദർ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ ആ കുട്ടി അത് പറഞ്ഞിട്ടില്ല എന്ന് അവൻ തന്നെ പറയുകയല്ലേ. നീ പോസിറ്റീവ് കാര്യമായിട്ട് പറഞ്ഞെടുത്തതിന് നിന്റെ കള്ളത്തര റിവീലാണ്. നീ ഇതുവരെ എന്താ പറഞ്ഞേ? എൻ്റെ അപ്പ വന്നു, എൻ്റെ മോള് വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ഇപ്പോഴാണോ നിന്റെ മോള് മൈ ഫാദർ എന്ന് വിളിക്കുന്നത്? അപ്പൊ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവൻ പറയണത് കളവാണെന്നുള്ളത്? നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. തർക്കിച്ചാ ജയിക്കൂല. മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരു അപ്പൻ ആനേ അല്ല. നീ ആണാണോ അല്ലെന്നുള്ള തെളിവാണ് ഇതൊക്കെ. പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2-3 വയസ്സിലാ പോയത്. 3 വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്നു പോയി. ഇപ്പൊ ക്ലാസ് എടുത്ത് അടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തിട്ടില്ല. എടാ 5 ദിവസം വീട്ടിലിരുന്ന് അന്നം കൊടുത്തിരുന്നടാ വായി നോക്കി പറയണത്. ഇവൻ വന്ന് ഈ മോങ്ങിക്കൊണ്ട് പറയണത് മുഴുക്ക എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ആ കുട്ടി എന്താ പറഞ്ഞേ? ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്നെ അമ്മയെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലാസ് എടുത്തെറിഞ്ഞപ്പോൾ ഞാൻ മാറി. അത് കള്ളമാണെന്ന് പറയാനാണ് ഇവൻ വന്ന, അല്ലാതെ സ്നേഹം കൊണ്ട് വന്നതല്ല. ആ കൊച്ചു പറഞ്ഞതും കള്ളമാണ്. അമ്മയെ പോലെ മോളും കള്ളിയാണ്. ഇതാണ് അവന്റെ ലൈൻ. ഇവൻ ഇത്തിരിയെങ്കിലും മാനേഴ്സ് ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കള്ളി എന്ന് പറയൂ? ഇതാണോ അച്ഛന്റെ അവകാശം? ഇതിനെയാണോ നിങ്ങൾ അച്ഛന്റെ അവകാശം എന്ന് പറയുന്നത്? അവര് തോറ്റു കുറെ കാലം കടന്നല്ലേടാ. ഇനി നീ ജയിച്ചോ? അവളങ്ങ് തന്ന് നീ ജയിച്ചോ? നീ ജയിച്ച് വിന്നറായി. ആ കൊച്ചു ഓരോ ദിവസവും വിഷമിക്കണം. ഇങ്ങനെ ഒരു തന്തയുടെ കൂടെ ഇങ്ങനെ ഒരു തന്ത എനിക്കുണ്ടല്ലോ എന്നുള്ള ഓരോ ദിവസവും ആ കൊച്ചു വിഷമിക്കണം. ആ കുട്ടി മാത്രമല്ല, ആ പെങ്കൊച്ച് മനസ്സിലായി ഇങ്ങനെ ഒരു വൃത്തികെട്ടവനിക്ക് വേണ്ടിയാണല്ലോ ഞാൻ വാക്കുപ്പെട്ടതെന്ന്. വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. നല്ല കാര്യം. ഇഫ് യു ലവ് മീ, ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഒന്ന്. ഞാൻ അന്യനായിപ്പോയി. തീർച്ചയായിട്ടും കളഞ്ഞിട്ട് പോകുന്നവനൊക്കെ അന്യനല്ല. പിന്നെ തൂക്കി തലയെ വെക്കുവോ? ഇറങ്ങി പോകുമ്പോ ഓർക്കണം, അല്ലെ ആ മാനേഴ്സ് കാണിക്കണം. നിരന്തരം ആ കുട്ടിയുടെ അമ്മയെയും അമ്മയുടെ സഹോദരിയെയും അമ്മയുടെ അച്ഛനെയും ഒക്കെ ഇരുന്ന് അപമാനിക്കുമ്പോൾ അപമാന ഭാരത്ത തല കുഞ്ഞു പോകുന്ന ആ കുട്ടിക്കാണ്. നീ മറന്നുപോയി ആ കുട്ടി ജീവിക്കുന്ന അവരോടൊപ്പമാണ്. നിന്റെ ജീൻ അതിനകത്തുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിന്റെ കുത്തേക്കേണ്ടി വരും. അതറിയില്ലേ നിനക്ക്? നോണ വരുന്നില്ല വായില്. വേണ്ടടാ, നീ ഇപ്പൊ പറഞ്ഞ എന്തിന്? നീ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഞാൻ വിചാരിച്ചിരുന്നു. നല്ല മനുഷ്യരാടാ പെട്ടെന്ന് ചത്തുപോണേ. പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്നേ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ നീ അന്നേ ചത്തുപോവായിരുന്ന എങ്കിൽ രക്ഷപ്പെട്ടേനായിരുന്നു. നല്ല മനുഷ്യരാടാ പെട്ടെന്ന് ചത്തുപോണത്. ഈ അച്ഛൻ ഇപ്പോ നിന്റെ അടുത്ത് സംസാരിക്കില്ല. ഭ്രാന്തനല്ലേ? ഒരു ഫോൺ വിളിച്ച് ആ കുട്ടിയെടുത്ത് സംസാരിച്ചൂടെ? ചെയ്തൂടെ? ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർ എന്തുകൊണ്ട് ഇത് കാണുന്നില്ല? ഇവൻ വീണ്ടും ആ പെൺകുട്ടിയെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഇവനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ? നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവും, എല്ലാം ഉണ്ടാവണം. നന്നായി പഠിക്കണം. നീ അതിന് നീ ഇത്തി മിണ്ടാതിരുന്നാ മതി. നീ അവരെ ശല്യം ചെയ്യാതിരുന്നാ മതി. അവൻ നന്നായി പഠിക്കുവോ, അവള് നന്നാവോ, അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ. നീ ഒന്ന് ശല്യം ചെയ്യാതിരിക്കുക. കുട്ടികളെ ജീവിക്കാൻ വിടുവോ? നന്നായി വളരണം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല. നീ എന്റെ ദൈവടകണ്ട. God bless you. വെച്ചിട്ട് പോടാ. ഞാനും തമിഴ്നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്കിടയിൽ, കുട്ടികളെ ബാധിക്കത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? പ്രശ്നം ഇല്ലായിട്ടല്ല വായി തുറക്കാതെ മിണ്ടാതിരിക്കുന്ന അങ്ങേര്. വായി തുറന്നു കഴിഞ്ഞാൽ അത് ബാധിക്കപ്പെടുന്ന കുഞ്ഞിനാ. നന്നായി തമിഴ് സംസാരിക്കുന്ന അദ്ദേഹത്തിനോട് റെസ്പെക്റ്റോടു കൂടി പെരുമാറുന്ന ഒരു മകൻ എനിക്കുമുണ്ട്. പക്ഷെ ഞാനും അദ്ദേഹം ചേർത്തില്ല.
ഇതുപോലെ പാര വയ്ക്കാൻ വരാറില്ല. ജീവിക്കണം, കുഞ്ഞ് ജീവിക്കണമെങ്കിൽ അവൾ അധ്വാനിക്കണം. ഞാൻ വിട്ടുകഴിഞ്ഞു, ഇനി അവൾ ജീവിക്കട്ടെ, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ശരിക്കുള്ള ഒരാണ് ചെയ്യേണ്ടത്. നീ ആമ്പിളയായിരുന്ന അപ്പിടിതാ ചെയ്യണം. അന്ത പിള്ളയെ സപ്പോർട്ട് പണ്ണ്, അത് വളർന്നു വരട്ടും. അത് വിട്ടിട്ട് ഞാൻ എന്നെക്കാൾ വലിയവരാവരുത്, എന്നെക്കാൾ ജയിക്കരുത്, ഇപ്പൊ പോലും നീ ആ കുഞ്ഞിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഒരു പൊടി മോള് വന്നിരുന്ന് വേദനയോടൊക്കെ ഒരു പറയുമ്പോ നിനക്ക് ഇത് ഈ രീതിയിൽ അവതരിപ്പിക്കാന്ന് മോളെ, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മൂല്യം ഉണ്ടായിരുന്നേനടാ. നീ ഇതിനകത്തും പറയുന്നുണ്ട് നീ ആ പെങ്കൊച്ചിനെ കള്ളിയാക്കാനാണ് നീ ശ്രമിക്കുന്നത്. ഇവനെയൊക്കെ എന്താ പറയാന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അമൃത കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. ബിക്കോസ് അവളത് ഒരുപാട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്തോണ്ട് വൈകിപ്പോയി. അമൃത ഇത് മുൻപേ ചെയ്യണമായിരുന്നു. അമൃതയ്ക്ക് എന്തിനാണ് ഭയമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അമൃതയ്ക്ക് മാത്രം കോടതിയെ പേടിച്ചാൽ മതിയാ? അമൃത പറയണമായിരുന്നു. പിന്നെ അമൃതയുടെ കമന്റിന്റെ താഴെ വന്നിട്ട് ഗോപി സുന്ദറിന്റെ എളുപ്പ വഴിയോ, ഗോപി സുന്ദർ ഡിവോഴ്സിയായി മാറി നിൽക്കുന്ന സമയത്താണ് ഒരു വിവാഹം എന്ന രീതിയിൽ അവൾ അവിടെ ആക്കി പോയി വീണത്. അവനെ പോലെ പെൺകുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വൃത്തികെട്ടവൻ വേറെ ഇല്ല. എത്ര പെണ്ണുങ്ങളായി ആ ചതിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി ജീവിക്കുകയല്ലേ. അവൾ ഇനിയും വിവാഹം കഴിക്കട്ടെ, അവൾ പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കണം. എന്ത് ചെയ്യണമെന്ന് അത് അവളുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അതിനകത്ത് അവൾ ആരെങ്കിലും കുതികാല് വെട്ടാൻ പോയോ, എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അവൾ മാറിപ്പോയില്ലേ, നിശബ്ദയായി മാറി ഒതുങ്ങിപ്പോയില്ലേ. അതിനപ്പുറം എന്തോ വേണം? സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തെങ്കിലും ചെയ്താൽ അവളുടെ താഴെ വരുന്ന കമന്റ്സ് അത്ര ഇവന്റെ പടയാളികളാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ. പിന്നെ തമിഴനെ സപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടാണ്. വ്യക്തമായി പറയാല്ല, നമ്മുടെ ആൾക്കാരും അപ്പുറത്ത് പോകുന്നുണ്ട്, നമ്മളും അപ്പുറത്ത് പോയി വിവാഹങ്ങൾ കഴിക്കുന്നുണ്ട്, നമ്മളും അപ്പുറത്ത് പോയി സെറ്റിൽ ആകുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ആൾക്കാർ അവിടെയും ഉണ്ട്. പക്ഷെ അവിടെയുള്ള ഒരാൾക്ക് പ്രശ്നം വന്നാൽ അവരെല്ലാം ഒറ്റക്കെട്ട് ഐക്യകണ്ഠേന നിൽക്കും. നമ്മളാള് പുറത്താകും. ശരി, അവിടുന്ന് ഒരാൾ ഇവിടെ വന്നാൽ നമ്മുടെ ആളുകൾ ഇവിടെയും പുറത്താ. ഇവിടെ ഉള്ളവരെല്ലാം അവന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ നാടോ കേന്ദ്രം ഒന്നും വിചാരിക്കേണ്ട. പക്ഷെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അവൾ തുറന്നു വന്ന് പറയുന്നു, എനിക്ക് സ്വസ്ഥത വേണം, എന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു പെൺകൊച്ചു വന്ന് കഷ്ടപ്പെട്ട് പറയുന്നു. 12 വയസ്സുകാരി വീണ്ടും വീണ്ടും അവക്ക് വേണ്ടിട്ട് മൈക്കെടുക്കണേന് പകരം അവളെ കുത്തി നോവിക്കാനായിട്ട്. എടാ സായി വാഴേ, നാണണ്ടടാ നിനക്ക്? ഇവനെ ഇനി ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് തൂക്കിക്കൊണ്ട് കിടക്കുന്ന മനുഷ്യർക്കാണ് അടി കൊടുക്കേണ്ടത്. എന്തൊക്കെ വൃത്തികേടാണ് എടുത്ത് പറയുന്നത്. കുട്ടികളുള്ളവർക്ക് മനസ്സിലാവും, കുഞ്ഞുങ്ങളുള്ളവർക്ക് മനസ്സിലാവും, നമ്മുടെ മക്കളുടെ വേദന കാണുന്നവർക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇത് പിടികിട്ടത്തില്ല. സ്വാഭാവികം, പിടികിട്ടില്ല. മക്കളെ ജീവനെന്ന് കരുതി വളർത്തുന്ന ആ അമ്മയെ കൂട്ടം കൂടി ആക്രമിക്കാൻ നിനക്കൊന്നും നാണമില്ലേ? കമന്റ് ഇടുന്നവർക്ക് ഒരു അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. എന്തടിസ്ഥാനത്തിലാണ് ആ പെങ്കൊച്ചിനെ എങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ലാഭം? കുടുംബ ബന്ധങ്ങൾ തകരാറിലായി കഴിഞ്ഞാൽ അമിക്കബിളി സോൾവ് ചെയ്യാൻ മ്യൂച്വൽ കൺസേണിൽ ഒപ്പിടുന്നു. അത് ചെയ്തവരാരൊക്കെയാണ്? ദിലീപും കാവ്യ മാധവനും മഞ്ജു വാര്യർ ഇഷ്യൂല് മഞ്ജുവും ദിലീപും അത് ചെയ്തു. കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് ഇറങ്ങി വന്നു. ആ കരച്ചിലുണ്ട് അവക്ക് പറയാനുള്ളത്. അത്ര മതി. അപ്പുറത്ത് നിൽക്കുന്നത് അച്ഛനാണ്, കൊച്ചിന്റെ അച്ഛനാണ്. ആ കൊച്ച് അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചു അവൾ. എന്തുകൊണ്ട്? ആ വിഷയത്തിൽ കുഞ്ഞിന് സപ്പോർട്ട് അച്ഛന്റെ ഒപ്പമാണ്. അതുകൊണ്ട് നമ്മൾ മഞ്ജു വാര്യരെ കല്ലെറിയുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ മിണ്ടുന്നില്ലല്ലോ. എന്താ അപ്പം നമുക്ക് പറഞ്ഞൂടെ, ദേ ആ മകള് പോലും കളഞ്ഞിട്ട് പോയെന്ന്? പറയുന്നില്ലല്ലോ. പേരൻസ് ആണ് അവര്. അവൻ ചെയ്ത ചെയ്ത്ത് നോർമലി കർമ്മ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചു. അവന്റെ ഒപ്പം ആ മകൾ സുരക്ഷിതയല്ല എന്ന് പറയാൻ ഈ ഒരൊറ്റ കാര്യം മതി മഞ്ജു വാര്യറിന്. അറിയാമോ? മഞ്ജു വാര്യർ ഒരു ക്രോസ് പെറ്റീഷൻ കൊടുത്താൽ, ഇതുപോലൊരു ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരു വ്യക്തിക്കൊപ്പം എന്റെ മകൾ സുരക്ഷിതയല്ല എന്ന് ഒരൊപ്പിട്ട് കൊടുത്താൽ മാത്രം മതി മഞ്ജു വാര്യർക്ക് ആ കുട്ടിയെ കിട്ടും. നിയമം അത് പറയുന്നു, നിയമം അത് അനുശാസിക്കുന്നു. പെൺമക്കളുടെ കസ്റ്റോഡിയൻ അമ്മമാരാണ്. മഞ്ജു ചെയ്തോ? മിണ്ടിയിൽ. എന്തുകൊണ്ടാ? മകൾക്ക് ഇഷ്ടം അച്ഛനെയാണ്. നിന്നോട്ടെ. നമ്മളും ചോദിക്കുന്നുണ്ട്, എന്താ മീനാക്ഷി ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ഈ കുഞ്ഞു ഓപ്പൺ ആയിട്ട് വന്ന് പറയണ 18 വയസ്സ് വരെ കാത്തിരുന്നാൽ അവൾ ഓപ്പണായി കഥകൾ പറയും. 12 വയസ്സിലെ അവൾക്ക് മൈക്ക് എടുക്കേണ്ടി വന്ന ഗതികേടെന്ന് ഓർത്തു നോക്കിയാണ്. നിരന്തരം ആ പെൺകുട്ടിയെ മോശമായ രീതിയിൽ കുലസ്ത്രീകൾ പോയി ആക്രമിക്കുന്നതും കാണുന്നുണ്ട്. ഇവിടെ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരാൾ 2 കല്യാണം കഴിക്കുന്നേ? ആദ്യമായിട്ടാണോ? ഇനി അവരുടെ മതത്തിലാണെങ്കിൽ പോലും അവരും ആദ്യമായിട്ടാണോ? എല്ലാ ദൈവങ്ങൾക്കും 2 ഭാര്യമാരുണ്ട്. എന്താ അവൾക്ക് കല്യാണം കഴിച്ചുകൂടെ? അവൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ മുഴുനീളം ഇങ്ങനെ ഇരിക്കണമെന്നാണ്? അവൾ ചെറിയ പ്രായമല്ലേ? അതൊരു കുറ്റമാണോ?
ജീവിക്കാൻ നിവർത്തിയില്ലാതെ, ജീവിക്കാൻ അനുവദിക്കാതെ ശല്യം ചെയ്യുമ്പോൾ, പിന്തുടരുമ്പോൾ മറ്റെന്താണ് ആ പെൺകുട്ടി ചെയ്യേണ്ടത്? അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് അവക്ക്. കഴിവില്ലാത്ത കുട്ടിയാണ്, നന്നായി പാടുന്ന, നമ്മൾ അംഗീകരിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവക്ക് സമ്മാനം കിട്ടിയിട്ട് തന്നെയല്ലേ ഇവൻ അവളെ കെട്ടിയത്. ഏതോ പട്ടിക്കാട്ടി കിടന്ന കുട്ടിയാണ് അവൻ വിവാഹം കഴിച്ചത്. പാവപ്പെട്ട കുട്ടിയാണ് അവൻ വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. എവിടെ ഒരിടത്ത് കിടന്ന കുട്ടിയാണ് അവൻ വിവാഹം കഴിച്ചത്. ഇവൻ കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടാനുള്ള ഒരു മീഡിയത്തിലേക്ക് ആ കുട്ടി വന്നെങ്കിൽ അത് എലിജിബിലിറ്റി ഉണ്ടല്ലേ, അവളുടെ കഴിവല്ലേ. അവന്റെ ഒപ്പം വന്ന ശേഷമാണ് അവളെ നമ്മൾ അറിയണത്. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കാം? നമ്മൾ അതിനു മുമ്പേ കണ്ടില്ലേ, TV സീരിയൽ കാണുന്ന ഇവിടുത്തെ കുടുംബ പ്രേക്ഷകരൊക്കെ കണ്ട ഒരു കാര്യമല്ലേ അവളുടെ ആ കഴിവ്. എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല? ആ കുഞ്ഞിന്റെ ചില ചേഷ്ടകളും ചില രീതിയിലുള്ള പ്രവൃത്തികളും കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്, ഈ കുട്ടി പൊതുസമൂഹമായിട്ട് തീരെ ഇടപഴകാതെ ഇൻട്രോവേർട്ടായിട്ട് ഇരിക്കുന്നുണ്ടോന്നു. തീരെ ചൈൽഡിഷ് ആയിട്ട് ആ കുട്ടി കാണിക്കാറുണ്ട്. 12 years എന്ന് പറയാൻ അത്യാവശ്യമൊക്കെ മെച്യൂരിറ്റി വരും കുട്ടിക്ക്. അവൾ തീരെ ചൈൽഡായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ സല്യൂട്ട്, എത്ര ആപ്റ്റായ വേർഡാണ് ആ കുട്ടി പറഞ്ഞത്. ആ പ്രായത്തിൽ നമുക്കുമുണ്ട് കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് നമുക്കത് മനസ്സിലാകും. സ്കൂൾ തലങ്ങളിൽ കിട്ടുന്ന ബുള്ളിയിങ്ങിന്റെ ഒരു കാരണം പേരൻസ് ആണെങ്കിൽ അത് ഭയാനകമാണ്. സ്റ്റാർ കിഡ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് വാല്യൂ ആണ് വരേണ്ടത്. ഈ കുട്ടിക്ക് തന്റെ പേരൻസ് സ്റ്റാർ ആണെന്ന് പറയാൻ പോലും പേടിയാണ്. ഞാൻ ആ മകളുടെ ഫോട്ടോ വയ്ക്കാത്ത കാരണം എനിക്ക് അങ്ങനെ ആ കുട്ടിയെ പബ്ലിക്കിന്റെ മുമ്പിൽ പിച്ചി ചിന്ത ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്തു വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു വൃത്തികെട്ടവന്റെ ഒപ്പം ആ കുട്ടീനെ ഏത് നേരവും മകൾ 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 മകൾ, നിനക്ക് കൊച്ചുങ്ങളെ ഉണ്ടാക്കിക്കൂടെ? ആ കുട്ടിയെ കാണണമെങ്കിൽ അത് പബ്ലിക്കിൽ എപ്പോഴും അതിന്റെ വീഡിയോ ഉള്ളതല്ലേ, അതിൽ കൂടെ കണ്ടുകൂടെ? ഇത് അതൊന്നുമല്ല, കൊച്ചിനെ കാണാനല്ല. അവള് സന്തോഷിക്കരുത്. ഇത്രയും ദിവസം ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ ഇതും കൊണ്ടുവന്ന എന്തിനാ? ബർത്ത്ഡേക്ക് അവര് സെലിബ്രേറ്റ് ചെയ്തു, ആഘോഷിച്ചു. എത്ര കടപ്പെട്ടിട്ടായിരിക്കും, എന്ത് പ്രാരാബ്ദത്തിലായിരിക്കും ആ കുട്ടി ആ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടാവുക. കുറച്ചൊക്കെ ഉളുപ്പ് വേണം കേട്ടോ, ഒരല്പം മനസാക്ഷി കാണിക്കാം. തീർത്തും അപജയമാണ്. ബാല എന്ന വ്യക്തി തീർത്തും പരാജിതനാണ്. ഞാൻ അമൃതയുടെ വീഡിയോ ഞാൻ ശരിക്കും കാണാനോ ഇതെടുക്കാനോ പറ്റില്ല. കാരണം അമൃത കുറേ അധികം കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാനത് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. എനിക്ക് തീർത്ത് താല്പര്യമില്ലാത്ത സെക്ഷൻ ആയതുകൊണ്ടാണ് അമൃതയുടെ വീഡിയോ ഞാൻ എടുക്കാത്തത്. അതെന്തുകൊണ്ട് അതിനകത്ത് എനിക്കതിനകത്തൊന്നും പറയാനില്ല, എനിക്കിഷ്ടമില്ല അങ്ങനെ പറയണത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും പരസ്പരം വെല്ലുവിളിക്കുന്നതിന് ചെളിവാരി എറിയുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ആ കുഞ്ഞിനെ കൺസേൺ ചെയ്തിട്ട് രണ്ടുപേരും നിർത്തലാക്കുക. രണ്ടുപേരും ഇവിടുന്ന് വെടിവെപ്പ് നിർത്തലാക്കിയാലും അവിടെ വെടിവെപ്പ് തുടരും, അറിയാം. പക്ഷെ നിയമപരമായി മുൻപോട്ട് പോവുക, മകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുക. ആ കുഞ്ഞിനെതിരെ നടക്കുന്ന ഈ ഭീകര വിളയാട്ടം പൊതുസമൂഹം മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ചൈൽഡ് ലൈനെ വിളിച്ച് കാര്യം പറഞ്ഞു കൊടുക്കുക. വിളിച്ച് പറയുക, നിരന്തരമായി പറയുക. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആ കുട്ടിയെ വിളിച്ച് അവർ അന്വേഷിക്കും. അതിൽ നിന്ന് ആരാണ് കള്ളം പറയണമെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാവും. കൗൺസിലേഴ്സ് ഉണ്ടാകും, അവിടെ സൈക്യാട്രിസ്റ്റ് ഉണ്ടാകും. അവർക്കിടയിൽ സംസാരിക്കുമ്പോൾ ആ മകൾ സത്യം തുറന്ന് തന്നെ പറയും. അല്ലെങ്കിൽ പറയുമ്പോൾ സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇവർക്കൊപ്പം നിൽക്കുന്നത്. എനിക്കിത് ആദ്യം മുതലേ ഈ ബാല കാണിക്കുന്ന വൃത്തികേട് മനസ്സിലാണ്. അവന്റെ ഗുണ്ട ബന്ധവും അവന്റെ കുറെ യൂട്യൂബേഴ്സിന്റെ സപ്പോർട്ടും ഒക്കെ വെച്ചിട്ടാണ് അവൻ ഈ വിളയാടുന്നത്. ഇനി ഒരു ചാനലുകാർ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവൻ സംസാരിക്കാൻ ഇറങ്ങി വരുന്നത് എടുത്തു വെച്ചിട്ടാൽ ആ ചാനലുകാരെ പോലെ അതപ്പതിച്ച മറ്റൊരു ചാനലില്ല. മഞ്ഞ ചാനലെന്ന് പേരിട്ടേക്ക്. അത് വെറൈറ്റി മീഡിയയിലും ശരി, ആരായിരുന്നാലും ശരി തന്നെ മഞ്ഞ ചാനലാണ്. ആരുടെയെങ്കിലും വിയർപ്പും ആരുടെയെങ്കിലും ചോരയും രക്തവും ഇറച്ചിയും വിറ്റ് തിന്നാനിരിക്കുന്ന കുറെ വൃത്തികെട്ട ജന്മങ്ങൾക്ക് മാത്രമേ അത്തരം മനസാക്ഷി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.